കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചത് പോലീസിൽ അറിയിച്ച യുവാക്കളെ മർദ്ദിച്ചയാൾ അറസ്റ്റിൽ. മതിലകത്ത് അംഗൻവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. വാടനപ്പള്ളിയിൽ പിക്കപ്പ് വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. വാർത്തകൾ വിശദമായി നോക്കാം. മത്സ്യം മോഷ്ടിച്ചതിന് പോലീസിൽ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യത്താൽ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിലായി. പനങ്ങാട് ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ ഷിജേഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പനങ്ങാട് ശാന്തിപുരം ഊളയ്ക്കൽ വീട്ടിൽ തൻസീർ, വിഷ്ണു എന്നിവർ ചേർന്ന് മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്തു നിന്ന് 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന് പ്രതിക്കെതിരെ കേസെടുത്തതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമണം നടന്നത്. ഷിജേഷ് ഇരിഞ്ഞാലക്കുട മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ 2 വധശ്രമ കേസുകളിലും 1 അടിപിടി കേസിലും 1 മോഷണ കേസിലും പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ പ്രദീപൻ, ASI പ്രജീഷ്, GSCPO ഗോപകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്ത്യ അമേരിക്കയുമായുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയും അവസാനിപ്പിക്കുക, ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക മോർച്ചയുടെയും ട്രേഡ് യൂണിയന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധവും കിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83ാം വാർഷികാചരണവും തൃപ്പയാറിൽ നടത്തി. ഡൊണാൾഡ് ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും കോലം കത്തിച്ചു. MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. TS മധുസൂദനൻ, ഷനിത്, KB ജോഷി ബാബു, VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ BJPയും അതുപോലെ തന്നെ നെഞ്ചളവിന്റെ പ്രത്യേകത പറയുന്ന നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുകയുണ്ടായി, എനിക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു. കർഷകർക്ക് അനുകൂലമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട നിയമം ഞാനിതാ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് ആദ്യമായി ഒരു പ്രധാനമന്ത്രി കർഷകരുടെ പോരാട്ടത്തിന് മുന്നിൽ അടിയറ പറയേണ്ടി വന്നു. SNDP എടത്തിരുത്തി ശാഖയും നോർത്ത് ശാഖയും ചേർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ അനുമോദിച്ചു. BSc സൈക്കോളജി വിത്ത് ക്രിമിനോളജിയിൽ ഉയർന്ന വിജയം നേടിയ പ്രവാസിയും സംരംഭകനുമായ പണിക്കശ്ശേരി ശ്യാമിന്റെ മകൾ ഗായത്രി ശ്യാമിനെയാണ് അനുമോദിച്ചത്. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉപഹാര സമർപ്പണം നടത്തി. ശാഖാ ഭാരവാഹികളായ അനിരുദ്ധൻ മാരാത്ത്, ഷൈൻ കൊല്ലാറ, ദേവൻ ചെമ്പകശ്ശേരി, പ്രകാശൻ പള്ളിത്തറ, അനിൽ വാലിപ്പറമ്പിൽ, അശോകൻ കാട്ടിക്കുളം, വനിതാ സംഘം ഭാരവാഹികളായ സിന്ധു ജയറാം, ലയ മിത്രൻ എന്നിവർ സംസാരിച്ചു. പോലീസിന്റെയും CPMന്റെയും ഗുണ്ടായിസം അവസാനിപ്പിക്കുക, BJP നേതാക്കളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നാട്ടിക BJP മണ്ഡലം ഓഫീസിന്റെ മുൻവശത്തു നിന്നും ആരംഭിച്ച മാർച്ച് തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, രശ്മി ഷിജോ, ജില്ലാ സെക്രട്ടറി EP ജാൻസി, ഗോകുൽ കരിപ്പിള്ളി, മോഹനൻ KR, KB അരുണഗിരി, നിഷ പ്രവീൺ, NS ഉണ്ണിമോൻ, PV സെന്തിൽകുമാർ, ധനീഷ് മഠത്തിപ്പറമ്പിൽ, വിനോബ് BV, രാഗി പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ ഇവിടുത്തെ ചില കമ്മ്യൂണിസ്റ്റ് ചാവാലികൾ കാട്ടിക്കൂട്ടിയ പ്രഹസനവും തെമ്മാടിത്തരവും നമ്മൾ
മാധ്യമങ്ങളിൽ കണ്ടു. അങ്ങനെ തെമ്മാടിത്തരം കാണിച്ച സുരേഷ് ഗോപി MP-യുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ച കയ്യോയിലടിച്ച ആ കമ്മ്യൂണിസ്റ്റ് ചാവാലിയെ കേരളത്തിലെ പോലീസ്, തൃശ്ശൂരിലെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ? വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ചെമ്മാപ്പള്ളി തൃപ്പയാർ റോഡിന്റെ അവസ്ഥയ്ക്കെതിരെ BJP നാട്ടിക 8ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ദുരിതയാത്ര സമ്മാനിക്കുന്ന ഈ റോഡ് നാട്ടികയ്ക്ക് തന്നെ അപമാനകരമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പറോ LDF ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയോ തൃപ്പയാർ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന MLAയോ ഇതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഒപ്പ് ശേഖരണം നടത്തി നിവേദനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 8ാം വാർഡ് കൺവീനർ അംബിക, BJP പഞ്ചായത്ത് പ്രസിഡന്റ് സെന്തിൽകുമാർ, ഉണ്ണിമോൻ, ശിവരാമൻ എറണാകുളത്ത്, ജ്യോതിദാസ്, ഷൈൻ ഇയാനി, ബേബി PK, മനീഷ് NM എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡലമാസത്തിലും അതുപോലുള്ള സമയങ്ങളിലുമൊക്കെ നമ്മളുടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ വരുന്നത്. അവർക്ക് നേരിട്ട് അവർ സഞ്ചരിക്കുന്ന ഒരു റോഡ് അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയാണെങ്കിൽ, അതിലേക്കുള്ള പാസേജുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് വെള്ളം കെട്ടി നിന്നുകൊണ്ട്. ഇത് റോഡാണോ അതോ തോടാണോ, ഇനി ഇത് നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ വേറെ ഏതെങ്കിലും ശുദ്ധജല മത്സ്യകൃഷിയാണോ ഇവിടെ നടക്കുന്നത് എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഈ റോഡ് കിടക്കുന്നത്. തൃപ്പയാർ ക്ഷേത്രനടയിലുള്ള സുരക്ഷാ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റ് അപകടാവസ്ഥയിൽ. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ക്യാമറയുടെ പോസ്റ്റാണ് തുരുമ്പെടുത്ത് ഒടിഞ്ഞ് ചെരിഞ്ഞ നിലയിലുള്ളത്. 2 സുരക്ഷാ ക്യാമറ സ്ഥാപിച്ച ഈ പോസ്റ്റിന്റെ അടിഭാഗം ജീർണിച്ച് സമീപത്തെ കേബിളിൽ തങ്ങി നടപ്പാതയിലേക്ക് വീഴാറായി നിൽക്കുകയാണ്. നാലമ്പല തീർത്ഥാടന കാലമായതിനാൽ ആയിരക്കണക്കിന് ഭക്തരാണ് ദിനംപ്രതി ക്ഷേത്രത്തിലെത്തുന്നത്. നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ്. P. ബിനു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നാട്ടിക പഞ്ചായത്തും ചേർന്ന് തൃപ്പയാർ ക്ഷേത്രനടയിലും പോളി ജംഗ്ഷനിലും തൃപ്പയാർ സെന്ററിലും തൃപ്പയാർ ബസ് സ്റ്റാൻഡിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഒടിഞ്ഞ പോസ്റ്റ് ശരിയാക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ആവശ്യം. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞില്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമോദ്. 45 വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോൾ ഇതാ കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വമ്പൻ കളക്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ? ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് ചെയിൻ സമ്മാനം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പും. ഉദ്ഘാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. അപ്പൊ എങ്ങനെയാ, അടിച്ചു പൊളിക്കല്ലേ? ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊടകര, തൃപ്രയാർ. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES.
affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഓഗസ്റ്റ് 15 തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ശ്രീരാമ ഭക്ത സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യും. ആലക്കൽ ജയപ്രകാശിന്റെ ഓർമ്മയ്ക്കായി ആലക്കൽ കുടുംബ കൂട്ടായ്മയാണ് പ്രഭാത ഭക്ഷണം സമർപ്പിക്കുന്നത്. രാവിലെ 9:30 തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്യും. 2000-ഓളം പേർക്ക് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുമെന്ന് ആലക്കൽ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദിവാസ് ആലക്കൽ, സുധീർ ആലക്കൽ എന്നിവർ അറിയിച്ചു. മതിലകത്ത് അംഗൻവാടി ജീവനക്കാരിയുടെ സ്വർണ്ണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. മതിലകം 13-ാം വാർഡിലെ 77-ാം നമ്പർ ശിശുഭവൻ അംഗൻവാടി വർക്കർ ഷെർലി തോമസിന്റെ 3.5 പവൻ സ്വർണ്ണമാലയാണ് അംഗൻവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ടുപോയത്. രാവിലെ അംഗൻവാടി തുറന്ന് അടിച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ ഷെർലി തോമസ് മാല ഭക്ഷണ പൊതിയോടൊപ്പം കോണിപ്പടിയിൽ ഊരിവെച്ചു. ഇതിനിടെയാണ് കാക്ക മാല കൊത്തി പറന്നത്. ഇത് കണ്ട് ഷെർലി ഉറക്കെ നിലവിളിക്കുകയും ഷെർലി തോമസിന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും എത്തി മാലയ്ക്കായി കാക്കയുടെ പിന്നാലെ ഓടുകയായിരുന്നു. കാക്ക തൊട്ടടുത്ത മരത്തിൽ ഇരുന്നതോടെ നാട്ടുകാരിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കാക്കയുടെ കൊക്കിൽ നിന്നും സ്വർണ്ണമാല വീഴ്ത്തി തിരികെ നൽകുകയായിരുന്നു. ഞാൻ ഇന്നലെ രാവിലെ 8 മണിക്ക് അംഗൻവാടിയിലെത്തി. അങ്ങനെ ക്ലീനിങ് തുടങ്ങാൻ വേണ്ടി ചൂലെടുത്തുകൊണ്ട് വന്ന് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് മാല ഊരി വെക്കാം, കൊളുത്തി പൊട്ടിയാലോന്ന് വിചാരിച്ച് അംഗൻവാടി തുറക്കാൻ ചെന്നപ്പോൾ അംഗൻവാടി തുറക്കാൻ കിട്ടണില്ല. അത് ശരി, ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി. അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാൻ ഈ സ്റ്റെയറിൽ മുകളിൽ വെച്ച് സ്റ്റെയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു 9 മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു. കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതിൽ കൂടി പോണവരൊക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ചയെടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെ ഇട്ട് ഇവിടം വരെയും വന്ന് കാക്ക.
ഇവിടം വരെയും കാക്ക ഞാൻ എന്തോ എൻ്റെ കയ്യിലുണ്ടായി, അതുകൊണ്ട് എറിഞ്ഞ് ഞാൻ. എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായതുകൊണ്ട് ചൂലാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് എറിഞ്ഞ് കാക്ക അത് അവിടെ ഇട്ട് കാക്ക പറന്നു പോയി. അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ചു കിട്ടി. ഞാൻ ആകെ അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ വിറക്കിയിരുന്നു, എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്നോർത്ത്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷേർലി തോമസ്. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ സംരക്ഷണ യാത്ര നടത്തി. രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നുപിടിക ബസ് സ്റ്റാൻഡിൽ നിന്ന് പെരിഞ്ഞനത്തേക്ക് പ്രകടനം നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CS രവീന്ദ്രൻ പതാക കൈമാറി. പ്രകടനത്തിന് ശേഷം പെരിഞ്ഞൻ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ CJ പോൾസൺ, ഉമറുൽ ഫാറൂഖ്, PA അനസ്, സുരേഷ് കൊച്ചിവീട്ടിൽ, KK കുട്ടൻ, ബീന സുരേന്ദ്രൻ, TK പ്രകാശൻ, KB സുരേഷ് ബാബു, സുധാകരൻ മണപ്പാട്ട്, KK രാജേന്ദ്രൻ, PD സജീവ്, TS ശശി, KV അബ്ദുൽ മജീദ്, PA അഫ്സൽ, ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 53ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. KF ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുളം കൊടിയേറ്റവും പ്രാർത്ഥനയും നിർവഹിച്ചു. ഹാഫിൾ അനസ് ബാഖവി നസീഹത്ത് നടത്തി. ജാറം ഭാരവാഹികളായ KS സെയ്ദ് മുഹമ്മദ്, MH അബ്ദുൽ ഖാദർ, MY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, RM ഷിഹാബ്, ഇസ്ഹാഖ് ദാരിമി, KS മുഹമ്മദ്, MY ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന സ്വലാത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും ഉസ്താദ് നൌഫൽ സഖാഫി കളസ നേതൃത്വം നൽകി. നാളെ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ദിക്കർ ഖൽഖയ്ക്കും പ്രഭാഷണത്തിനും ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് മൗലീദ് പാരായണവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 നടക്കുന്ന ഖത്തം ദുആയ്ക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും. പിക്കപ്പ് വാനിലിടിച്ച സ്വകാര്യ ബസിന്റെ ടയറിന്റെ വീലൊടിഞ്ഞു. വാടനപ്പള്ളി ആത്മാവ് വളവിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. തട്ടിൽ എന്ന സ്വകാര്യ ബസ്സാണ് എതിരെ വന്നിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ചത്. ബസ്സിൽ യാത്രക്കാർ ഇല്ലായിരുന്നു. കാറ്റുപോയ ബസിന്റെ ടയർ മാറ്റിയിട്ട ശേഷം നിശ്ചിത സമയത്തിന് കാഞ്ഞാണിയിൽ നിന്ന് ട്രിപ്പോടാൻ അമിത വേഗതയിൽ പോകുമ്പോഴാണ് കുപ്പിവെള്ളം നിറച്ചു വന്നിരുന്ന വാനുമായി ബസ് കൂട്ടിയിടിച്ചത്. വാൻ ബസിന്റെ ടയർ ഭാഗത്താണ് ഇടിച്ചത്. ഇതോടെ വീൽ ഒടിഞ്ഞ് ടയർ വാതിലിന് പിന്നിലേക്ക് തള്ളിപ്പോയി. ബസ് മറിയുന്ന നിലയിലേക്ക് റോഡിന്റെ നടുഭാഗത്ത് ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു. ബസ്സിൽ യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. വാനിന്റെ മുൻഭാഗവും തകർന്നു. ആർക്കും പരിക്കില്ല. പോലീസും ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ക്രെയിൻ കൊണ്ടുവന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബസ് റോഡരികിലേക്ക് മാറ്റിയിട്ടത്. കാലിക്കറ്റ് സർവകലാശാല BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പരീക്ഷയിൽ പെരിങ്ങോട്ടുകര സ്വദേശി PY ശ്രേയസ് 3ാം റാങ്ക് നേടി. പെരിങ്ങോട്ടുകര കിഴക്കുമുറി പാണപ്പറമ്പിൽ യതീന്ദ്രന്റെയും ശ്രീകലയുടെയും മകനാണ്. ചാലക്കുടി ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിലെ വിദ്യാർത്ഥിയാണ് യൂട്യൂബർ കൂടിയായ ശ്രേയസ്. സഹോദരൻ തേജസ് കൊച്ചി ഇൻഫോപാർക്ക് TCSൽ എഞ്ചിനീയറാണ്. വാടനപ്പള്ളി മദർ ഇംഗ്ലീഷ് സ്കൂളിൽ ജനറൽ ബോഡി യോഗവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് അൽ ഷിഫ മെഡിക്കൽ ഗ്രൂപ്പിന്റെയും മദാറിന്റെയും ചെയർമാനായ ഡോക്ടർ മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. മദാർ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷനായി. ജനറൽ മാനേജർ ഷാബി മുഖ്യപ്രഭാഷണം നടത്തി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാത്തെ വേൾഡ് റെക്കോർഡ് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അവാർഡുകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ KS സെയ്ദ് മുഹമ്മദ്, വൈസ് പ്രിൻസിപ്പൽ രാധ, PTA പ്രസിഡന്റ് റഫീഖ് എന്നിവർ സംസാരിച്ചു. അവര് മറ്റ് വഴിതെറ്റിപ്പോകുന്ന പല രംഗങ്ങളും നമ്മുടെ നാട്ടിലുള്ള ലഹരികളും പുകവലിയും മദ്യപാനവും അങ്ങനെയുള്ള പല സംഗതികളെ കൊണ്ട് വഴിതെറ്റിപ്പോവാതെ കുട്ടികളുടെ അവരുടെ പ്രൊഫഷനിൽ വളരെ പാഷനോടുകൂടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് അത് നേടിയെടുക്കാൻ എളുപ്പം കഴിയും എന്നുള്ളതാണ് സത്യം. ഇനിയൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കാര്യങ്ങൾ കിട്ടാൻ റെക്കമെൻഡേഷനോ പൈസയേക്കാൾ ഉപരി അവർക്ക് വേണ്ടത് അവരുടെ GP ആണ്, അവരുടെ പെർഫോമൻസ് ആണ്. അവരുടെ മാർക്കും അവരുടെ പെർഫോമൻസും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അവരുടെ നോളജുമാണ് അവരെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. അതല്ലാതെ സമ്പത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ഭാവിയിലുള്ള കുട്ടികളൊക്കെ
അവർ സ്വയം അവരുടെ കരിയർ തിരഞ്ഞെടുക്കുകയും അവർ സ്വയം യൂണിവേഴ്സിറ്റികൾ അതിനെപ്പറ്റിയുള്ളത് അന്വേഷിക്കുകയും പഠിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് അവർക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് പാരൻസിന്റെ ആവശ്യമാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള BJP ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM മണലൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. PS പ്രസാദ് അധ്യക്ഷനായി. KR അഭിരാജ്, NRS ബാബു, CF ആൻഡ്രൂസ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, TV മനോഹരൻ, CR രമേശ്, KS വിവേക്, അരുൺ ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യ ഇന്ത്യയെ കളങ്കപ്പെടുത്തിയ വോട്ട് കൊള്ളയിലൂടെ ഇലക്ഷൻ സംവിധാനം അട്ടിമറിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷണർക്ക് കത്തയച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് രാനീഷ് K. രാമൻ അധ്യക്ഷനായി. കർണാടകയിലെ മഹാദേവപുരയിൽ അന്വേഷണത്തിലൂടെ വോട്ടുകൊള്ള പുറത്തുവിട്ട രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. KSU ജില്ലാ സെക്രട്ടറി വൈഭവ് MP, സഗീർ പടുവിങ്ങൽ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ CB അഭിഷിക്, വരുൺ ദേവ് AP, അമൽ ധർമ്മരത്നം എന്നിവർ സംസാരിച്ചു. 25ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമായി കൃത്രിമ വോട്ട് നടത്തിക്കൊണ്ടാണ് ഇവർ അധികാരത്തിലെത്തുന്നത്. അതിന് സ്പെസിഫിൻ ആയിക്കൊണ്ട് മഹാദേവപുരം എന്ന് പറയുന്ന കർണാടകയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലം മാത്രം എടുത്തുകൊണ്ട് 40ഓളം പേർ ഒരു 6 മാസത്തോളം വർക്ക് ചെയ്തുകൊണ്ടാണ് അവിടെയുണ്ടായിരുന്ന ആ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയത്. അതായത് ഒരു വോട്ടർ പട്ടികയിൽ 0 എന്ന് പറയുന്ന വീട്ടു നമ്പറിൽ തന്നെ 1000-ലധികം വോട്ടുകളും ഒരു ഒറ്റ മുറി വീട്ടിൽ 80ഓളം ആൾക്കാരുടെ വോട്ടുകൾ, അതുപോലെ തന്നെ അച്ഛൻ്റെ പേരുള്ള സ്ഥലത്ത് ABCD എന്നും EFG എന്നും HIJK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അച്ഛന്മാരും പേരുള്ള ലക്ഷക്കണക്കിന് പേരെ വ്യാജ വോട്ടുകൾ നടത്തിക്കൊണ്ടാണ് ഇവർ. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി താന്യം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ സഹോദരിമാരെ അനുമോദിച്ചു. പെരിങ്ങോട്ടുകര വിമുക്ത ഭടഭവനിൽ നടന്ന അനുമോദന ചടങ്ങ് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് സജീവൻ MP, ഹരിതകർമ്മസേന പ്രസിഡന്റ് രജിത സുനിൽ, സെക്രട്ടറി രമണി കുമാരൻ എന്നിവർ സംസാരിച്ചു. പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ജനാർദ്ദനൻ, ഹരിദാസ് ചെമ്മാപ്പള്ളി, ശങ്കരനാരായണൻ, ബെന്നി ആഞ്ഞലപ്പടി എന്നിവർ നേതൃത്വം നൽകി. താന്യം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ ഹൃദയംഗമായിട്ടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. കാരണം നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്, ഏറ്റവും അധികം ബുദ്ധിമുട്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഹരിതകർമ്മസേനയുടെ ആൾക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വേസ്റ്റ് എവിടെ കൊണ്ടിടണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് നാനായുധമാക്കി പല സ്ഥലത്തും വലിച്ചെറിഞ്ഞുകൊണ്ട് നേരത്തെ എൻ്റെ തുണ പറഞ്ഞ പോലെ തന്നെ മണ്ണിലൊക്കെ കിടന്ന് മലിനീകരണമായിട്ട് കിടക്കുക. ഇത് നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചൊരു കാര്യം കൂടിയാണത്. അതൊക്കെ നമ്മൾ ഒരുവിധം മറന്നു കഴിഞ്ഞു. അതെല്ലാം കൂടി അടിഞ്ഞ് പോകുന്നത് ഇപ്പോൾ പുഴയിലേക്ക് പോയി, ചെറിയ ചെറിയ തോടുകളിലൂടെ കയറി പുഴയിലേക്ക് പോയി, പുഴയിൽ നിന്ന് കടലിലേക്ക് വന്ന്, കടലിൽ വരുമ്പോൾ കടൽ ഇങ്ങോട്ട് തല്ലാണ്. കടലിന് മാലിന്യം സ്വീകരിക്കാനുള്ള ഇതിപ്പോൾ പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളല്ലേ, ഇതെല്ലാം പുറത്തേക്ക് കടലിലേക്ക് തന്നെ തല്ലും. അത് തിരിച്ചിങ്ങോട്ട് വരും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ പ്രയത്നം എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. എടമുട്ടം ഫ്യൂസോ ഫുഡ് സിറ്റിയുടെ സമീപം താമസിക്കുന്ന കോറോട്ട് പരേതനായ അശോകന്റെ മകൻ മണികണ്ഠൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. ഷീബയാണ് ഭാര്യ. പരേതയായ വസന്തകുമാരി, അനിത, ശ്രീദേവി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ സെക്രട്ടറി ശക്തിധരൻ, അജിത എന്നിവർ സഹോദരങ്ങളാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചത് പോലീസിൽ അറിയിച്ച യുവാക്കളെ മർദ്ദിച്ചയാൾ അറസ്റ്റിൽ.
മതിലകത്ത് അംഗൻവാടി ജീവനക്കാരിയുടെ സ്വർണ്ണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. വാടനപ്പള്ളിയിൽ പിക്കപ്പ് വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.